പ്രമേഹം ഇന്ന് പലരും നേരിടുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ഭക്ഷണത്തിലെ നിയന്ത്രണങ്ങൾ കൊണ്ടാണ് ഇത് പ്രധാനമായും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ രക്തത്തിലെ പ്രമേഹത്തിൻ്റെ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട്. ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഷുഗർ കുറയ്ക്കാൻ വളരെയധികം ഗുണം ചെയ്യും. ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. കറുവപ്പട്ട ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിനെ പതുക്കെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സുഗന്ധവ്യഞ്ജനമാണ് കറുവപ്പട്ട. അതുകൊണ്ടാണ് കറുവപ്പട്ട കഴിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് ഉയരാത്തത്. കറുവപ്പട്ട 2 രീതിയിൽ ലഭിക്കും. ഒന്ന് കേഷ്യ സിനമൺ, രണ്ടാമത്തേത് സിലോൺ സിനമൺ. ഇതിൽ സിലോൺ സിനമൺ ആണ് നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിലോൺ സിനമൺ ആണ്. 2 മുതൽ 4 ഗ്രാം വരെയാണ് ഒരാൾക്ക് സിനമൺ ഒരു ദിവസം ഉപയോഗിക്കാവുന്നത്. ഇനി നിങ്ങൾ സിനമൺ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഒരാൾക്ക് ഒരു ദിവസം ഉപയോഗിക്കാം. ഇതിൽ കൂടുതൽ സിനമൺ ഉപയോഗിക്കരുത്. കറുവപ്പട്ട പല രീതിയിലും നമുക്ക് ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. കറികളിൽ ചേർത്ത് ഉപയോഗിക്കാം. കറുവപ്പട്ട വെള്ളം തയ്യാറാക്കി കുടിക്കാം. ഓട്സിൽ കറുവപ്പട്ട ചേർത്ത് കഴിക്കാം. സ്മൂത്തികളിൽ കറുവപ്പട്ട ചേർക്കാം. തൈരിൽ ചേർക്കാം. കാപ്പിയിലും ചായയിലുമൊക്കെ ഒരു നുള്ളു കറുവപ്പട്ട ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇത് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഔഷധമായാണ് പ്രവർത്തിക്കുന്നത്. അടുത്തത് മഞ്ഞൾ. മഞ്ഞളിലെ കുർക്കുമിൻ എന്ന പവർഫുള്ളായ ആൻറ്റി ഓക്സിഡൻ്റാണ് ഷുഗർ കുറയ്ക്കാനായി സഹായിക്കുന്നത്. ഇത് പ്രമേഹമുള്ളവരിൽ ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു. മഞ്ഞളിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. കൂടാതെ സ്ട്രെസ് കുറയ്ക്കാനും വളരെ നല്ലതാണ് കുർക്കുമിൻ. ഒരു ദിവസം 1 ടീസ്പൂൺ മഞ്ഞൾ നിങ്ങൾക്ക് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 1 ടീസ്പൂണിൽ കൂടുതൽ മഞ്ഞൾ ഉപയോഗിക്കരുത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള കുർക്കുമിൻ ലഭിക്കുന്നതായിരിക്കും. ഇത് കറികളിലും ചോറുൾപ്പെടെയുള്ള പല വിഭവങ്ങളിലും സ്മൂത്തികളിലും ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞൾ പാലിൽ ചേർത്ത് കുടിക്കാം. മഞ്ഞൾ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാം. മഞ്ഞളിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ചേർത്ത് നിങ്ങൾക്ക് വെള്ളം തയ്യാറാക്കി കുടിക്കാം. മഞ്ഞൾ നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായുമൊക്കെ ശരീരത്തിൽ പ്രവർത്തിക്കും. അടുത്തത് ഇഞ്ചി. നമ്മുടെ ശരീരത്തിലെ മിക്ക അസുഖങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു പ്രകൃതിദത്ത ഔഷധമാണ് ഇഞ്ചി. ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്ന മികച്ച സുഗന്ധവ്യഞ്ജനമാണ് ഇഞ്ചി. ഇഞ്ചിയുടെ ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലോങ് ടേം ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഷുഗർ ലെവൽ കുറയ്ക്കാനും ഇഞ്ചി സഹായിക്കും. ചിലർക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് ഷുഗർ ഉയരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇഞ്ചിയിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് നിങ്ങളുടെ ഷുഗർ കൂടാതിരിക്കാൻ സഹായിക്കും. സൂപ്പ്, കറികൾ, മറ്റ് ഭക്ഷ്യവസ്തുക്കൾ എന്നിവയിലൊക്കെ ഇഞ്ചി ചേർത്ത് ഉപയോഗിക്കാം. ചായയിൽ ഇഞ്ചി ചേർത്ത് ഉപയോഗിക്കാം. അതുപോലെ ഇഞ്ചി ചേർത്ത വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതുമാണ്. ഇഞ്ചി 2 രീതിയിൽ ഉപയോഗിക്കാം. ഇഞ്ചി ഉണക്കിപ്പൊടിച്ച് ചുക്ക് രൂപത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഫ്രഷ് ഇഞ്ചിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 4 മുതൽ 5 ഗ്രാം വരെ ഒരാൾക്ക് ഒരു ദിവസം ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് വെളുത്തുള്ളി. വെളുത്തുള്ളിയിൽ അലീസിൻ അടങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലീസിനും അതുപോലെ തന്നെ മറ്റു സൾഫർ ഘടകങ്ങളും ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളുള്ള ഒരു സംയുക്തമാണ്. ഇത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സഹായിക്കും. സൾഫർ കോമ്പൗണ്ട് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും. കൂടാതെ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കാനും സഹായിക്കുന്നു. അതിനാൽ കറികളിലും മറ്റു ഭക്ഷണങ്ങളിലുമൊക്കെ വെളുത്തുള്ളി ചേർത്ത് കഴിക്കുക. അടുത്തത് ഉലുവ. ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന നാച്ചുറൽ മെഡിസിൻ പോലെയാണ് ഉലുവ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. ഉലുവയിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും കാർബോഹൈഡ്രേറ്റ് രക്തത്തിലേക്ക് ചെല്ലുന്നതിന് കാലതാമസം വരുത്തുന്നതിനുമൊക്കെ സഹായിക്കും. കൂടാതെ ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ പ്രമേഹമുള്ളവരുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്.
ഉലുവയിലെ സോലുബിൾ ഫൈബർ പ്രമേഹമുള്ളവരിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ചീത്ത കൊളസ്ട്രോളായ LDL കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ടോട്ടൽ കൊളസ്ട്രോളും ഒക്കെ കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നത് മൂലം ഹൃദ്രോഗം വരുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ഉലുവ. ഉലുവ പൊടിച്ച് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഉലുവ വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉലുവ ഉപയോഗിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ ഉലുവ ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1 ടീസ്പൂണിൽ കൂടുതൽ ഉലുവ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനുമൊക്കെ കറുവപ്പട്ടയും ഇഞ്ചിയും ഉലുവയുമൊക്കെ തയ്യാറാക്കേണ്ട ശരിയായ രീതി പല തവണയായിട്ട് ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ പറഞ്ഞ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഷുഗർ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇതെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഷുഗർ മാത്രമല്ല, കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും അങ്ങനെ ആരോഗ്യത്തിന് വളരെ നല്ല ഔഷധ ഗുണങ്ങളുള്ള സുഗന്ധവ്യഞ്ജനങ്ങളാണിവ. പറഞ്ഞ രീതിയിൽ പറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്